നമസ്തേ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ M4 മാത്ത് ട്യൂട്ടർ. ഇന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് 1-ലെ നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. Third question, if circles are drawn with each side of a triangle of sides 5 cm, 12 cm and 30 cm as diameter, then with respect to each circle, where would be the third vertex? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊരു ട്രയാങ്കിൾസിൻ്റെ 3 സൈഡ്സ് വന്നിട്ടുണ്ട്. ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ, അങ്ങനെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്, ഇപ്പം AB എന്ന് പറയുന്ന സൈഡ് ഡയാമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. ആ സമയത്ത് ഇതിൻ്റെ തേർഡ് വെർട്ടെക്സ് ഏതായിരിക്കും? അപ്പം ആംഗിൾ C എന്ന് പറയുന്നതിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? അതുപോലെ തന്നെ BC എന്ന് പറയുന്ന സൈഡിനെ ഡയാമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പം ആംഗിൾ എയുടെ പൊസിഷൻ എവിടെയായിരിക്കും? അതുപോലെ തന്നെ AC-യെ ഡയാമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇവിടെ ഇതിനെ ഒരു സർക്കിൾ വരയ്ക്കുക. ഇതിനെ ഡയാമീറ്റർ ആയിട്ട് എടുത്തിട്ട് AC-യെ ഡയാമീറ്റർ ആയിട്ട് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പം അതിൻ്റെ തേർഡ് വെർട്ടെക്സ് ഏതാണ്? B എന്ന് പറയുന്നത്. B എന്ന് പറയുന്ന ആംഗിളിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 3 സൈഡ് തന്നിട്ടുണ്ട് ട്രയാങ്കിളിൻ്റെ. എന്നിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഓരോ സൈഡും ഡയാമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് സർക്കിൾ വരച്ച് കഴിയുമ്പോഴുള്ള തേർഡ് വെർട്ടെക്സിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? ഓൺ ദ സർക്കിൾ ആണോ, ഇൻ ദ സർക്കിൾ ആണോ, ഔട്ട്സൈഡ് ദ സർക്കിൾ ആണോ? അതാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ 5 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റർ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇതെന്ത് ട്രയാങ്കിൾ ആണെന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം, റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ എന്താണ്? ഹൈപ്പോട്ന്യൂസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ്? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണ്. ഇവിടെ ഹൈപ്പോട്ന്യൂസ് എത്രയാണെന്ന് നമുക്കറിയില്ല. നമുക്കറിയാം 13 തന്നിട്ടുണ്ട്. 13 എടുക്കണ്ട. നമുക്കിപ്പോൾ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ എത്രയാണെന്ന് നോക്കാം. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് 12 സ്ക്വയർ ബേസ് 5 സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 12 സ്ക്വയർ എന്ന് വെച്ചാൽ 144 പ്ലസ് 25. ദാറ്റ്സ് ഈക്വൽ ടു 169. സ്ക്വയർ റൂട്ട് ഓഫ് 169 എന്ന് വെച്ചാൽ 13. അപ്പോൾ എന്താണ്? ഹൈപ്പോട്ന്യൂസ് നമുക്കുണ്ട്. തേർഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 ആണ്. അപ്പോൾ ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ട്രയാങ്കിൾ ABC ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. നമ്മളിതിനെ ആദ്യം എന്താ ചെയ്തത്? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്തു. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം അല്ലേ? ഇത് 90 ഡിഗ്രി എന്ന് വെച്ചാൽ ഹൈപ്പോട്ന്യൂസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പം ആംഗിൾ A എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. പിന്നെ എന്താണ്? ആംഗിൾ Bയും ആംഗിൾ Cയും കണ്ടുപിടിക്കണം. ആംഗിൾ കിട്ടിക്കഴിഞ്ഞാലല്ലേ നമുക്ക് അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ആംഗിൾ Bയും ആംഗിൾ Cയും എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്കൊന്നറിയാം. എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ 3 ഇന്നർ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180. ഓക്കെ, അപ്പം 3 ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 180 ആണ്. ആംഗിൾ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ്. നമുക്കത് എഴുതാം. ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈക്വൽ ടു 180 ഡിഗ്രി. അതിൽ ആംഗിൾ A എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പം B പ്ലസ് C എന്ന് പറഞ്ഞത് എത്രയായിരിക്കും? നമുക്ക് എന്ത് ചെയ്യാം? B പ്ലസ് C മാത്രം ഇവിടെ നിർത്താം. ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈക്വൽ ടു 180 ഇവിടെ ഉണ്ട്. ഈ ആംഗിൾ A എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അതിന് നമുക്ക് ഈക്വൽ ടുവിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പം എന്താവും? 180 മൈനസ് 90 ഡിഗ്രി. ആംഗിൾ A 90 ഡിഗ്രിയാണ്. അതിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോയപ്പോൾ മൈനസ് ആയി, മൈനസ് 90 ഡിഗ്രി. ആംഗിൾ B പ്ലസ് C എന്ന് പറഞ്ഞാൽ 180 മൈനസ് 90 എന്ന് വെച്ചാൽ 90 ഡിഗ്രി. ആംഗിൾ Bയും ആംഗിൾ Cയും കൂടി ചേരുമ്പോഴാണ് എന്ത്? 90 ഡിഗ്രി. അപ്പോൾ എന്താണ്? ഇത് ആംഗിൾ Cയും ആംഗിൾ Bയും എന്താണ്?
90യേക്കാൾ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. ബിയും സിയും കൂടെ കൂടുമ്പോഴേ 90 ഡിഗ്രി ഉള്ളൂ. അപ്പൊ ബിയും സിയും എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രിയേക്കാൾ ചെറിയ എമൗണ്ട് ആയിരിക്കും. എത്രയാന്ന് നമുക്കറിയില്ല, പക്ഷെ നമുക്ക് ഒന്നറിയാം, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ ഓരോന്നും എന്താണ്? 90യേക്കാൾ ചെറിയ എമൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ആംഗിൾ എ 90 ഡിഗ്രി, ബിയും സിയും ലെസ് ദാൻ 90 ഡിഗ്രി. നമുക്കതിവിടെ എഴുതി വെക്കാം. ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഓരോ വെർട്ടെക്സിനെയും ഇപ്പൊ ആദ്യം നമുക്ക് കൺസിഡർ ദ വെർട്ടെക്സ് ബി സി. കൺസിഡർ ബി സി ആസ് ഡയാമീറ്റർ. ബി സിയെ ഡയാമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ബി സിയെ ഡയാമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പൊ ഈ ആംഗിൾ എയുടെ പൊസിഷൻ എവിടെയായിരിക്കും? ബി സി ആണ് ഡയാമീറ്റർ. അപ്പൊ ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് വെർട്ടെക്സ് ഏതാണ്? തേർഡ് വെർട്ടെക്സ് എ ആണ്. തേർഡ് വെർട്ടെക്സ് എ ആണെങ്കിൽ അതിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? ആംഗിൾ എ 90 ഡിഗ്രി അല്ലേ? ആംഗിൾ എ 90 ഡിഗ്രി ആണെന്ന് വെച്ചാൽ നമുക്കറിയാം സെമി സർക്കിൾ ആംഗിൾസ് ആർ ഓൺ ദ സർക്കിൾ. 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പൊസിഷൻ എവിടെയാണ്? ഓൺ ദ സർക്കിൾ ആണ്. അപ്പൊ ബി സിയെ ഡയാമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ആംഗിൾ എ ഈക്വൽ ടു 90 ഡിഗ്രി ഓൺ ദ സർക്കിൾ. ഓക്കെ, അതുപോലെ തന്നെ കൺസിഡർ എ ബി ആസ് ഡയാമീറ്റർ. എ ബിയെ ഡയാമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. എ ബിയെ ഡയാമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ സിയുടെ പൊസിഷൻ എവിടെയായിരിക്കും? ആംഗിൾ സി നമുക്കറിയാം ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ് അല്ലെ? ലെസ് ദാൻ 90 ഡിഗ്രി വന്നാൽ ഔട്ട്സൈഡ് ദ സർക്കിൾ. ആംഗിൾ സി എന്താണ്? ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ ആംഗിൾ ബിയും ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. അപ്പൊ ഈ ആംഗിൾ സിയുടെയും ആംഗിൾ ബിയുടെയും പൊസിഷൻ എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിൾ അല്ലെ? ലെസ് ദാൻ, ഇത് 90 ഡിഗ്രി വന്നു ഓൺ ദ സർക്കിൾ. ഇത് രണ്ടും ലെസ് ദാൻ, ബിയും സിയും ലെസ് ദാൻ 90 ഡിഗ്രി വന്നതുകൊണ്ട് അതിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാല് outside the circle. Okay. In the picture, a circle is drawn with a line as the diameter and a small circle with half the line as diameter. Prove that any chord of the large circle through the point where the circle meet is bisected by the small circle. നമുക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എന്താണ്? ഒരു ലൈൻ തന്നിട്ടുണ്ട്. ആ ലൈനിനെ ഡയാമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒരു ലാർജ് സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ ആദ്യത്തെ ലൈനിന്റെ ഹാഫ് പാർട്ടിനെ ഡയാമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒരു സ്മോൾ സർക്കിളും വരച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ലാർജ് സർക്കിൾ ഒരു കോഡ് വരച്ചു. ഈ കോഡിനെ എന്താണ്? ഈ സ്മോൾ സർക്കിള് ഹാഫ് ആയിട്ടാണ് പക്ഷെ ബൈസെക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ്? ഈ എ ബി എന്ന് പറയുന്നത് എന്താണ്? ഡയാമീറ്റർ ഓഫ് ദ ലാർജ് സർക്കിൾ. എ ബി ഈസ് ദ ഡയാമീറ്റർ ഓഫ് ലാർജ് സർക്കിൾ. ലാർജ് സർക്കിളിന്റെ ഡയാമീറ്റർ ആണ് എ ബി. ഒ എന്താണ്? ഒ ഈസ് ദ മിഡ് പോയിന്റ്. O is the midpoint. ഇനി നോക്കിയേ, ഈ എ സി എന്ന് പറയുന്ന കോഡ് ഇതിനെ നമുക്ക് ബിയിലേക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ്? ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി ഇല്ലേ? എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിള് എന്താണ്? സെമി സർക്കിളിലല്ലേ ഈ ആംഗിൾ സിയുടെ പൊസിഷൻ. അപ്പൊ എന്താണ്? ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ സി എന്ന് പറയുന്നത് സെമി സർക്കിളിലാണ് അതിന്റെ പൊസിഷൻ വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ ആംഗിൾ എത്രയായിരിക്കും? അതിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാല് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി. അതിന്റെ റീസൺ എന്താണ്? സെമി സർക്കിൾ ആംഗിൾ. സെമി സർക്കിൾ ആംഗിൾസ് ആർ
90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പൊസിഷൻ ഓൺ ദ സർക്കിൾ ആയിരിക്കും. പിന്നെന്താണ് ഈ ചെറിയ സർക്കിളിനെ കൺസിഡർ ചെയ്യാം. ചെറിയ സർക്കിളിൽ AOD. ഇപ്പൊ നോക്കിയേ, ഈ ഡി എന്ന് പറയുന്ന ആംഗിളിന്റെ പൊസിഷൻ എവിടെയാണ്? സർക്കിളിലാണ് അതിന്റെ പൊസിഷൻ. ഇനി ഈ ഡി യെ നമുക്ക് ഓയിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പൊ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ, AOD എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിളിൽ ഡി എന്ന് പറയുന്ന ആംഗിളിന്റെ പൊസിഷൻ എവിടെയാണ്? സർക്കിളിലാണ്. അപ്പൊ ആംഗിൾ ഡി എത്ര ഡിഗ്രി ആയിരിക്കും? സർക്കിളിലാണ് ഡിയുടെ പൊസിഷൻ. സർക്കിളിലാണ്, ഓൺ ദ സർക്കിളാണ്. ഓൺ ദ സർക്കിൾ വന്നാൽ ആ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ആംഗിൾ ഡി എന്ന് പറയുന്നതും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആദ്യം AO എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ സർക്കിളിന്റെ ഡയാമീറ്റർ ആണ്. AO is the diameter of small circle. സ്മോൾ സർക്കിളിന്റെ ഡയാമീറ്റർ ആണ് AO. ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ ADO എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. എന്തുകൊണ്ടാണത്? സെമി സർക്കിളിലാണ് അതിന്റെ പൊസിഷൻ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ അറിയാം? അത് 90 ഡിഗ്രി ആയിരിക്കും. ഇതിന്റെ റീസൺ സെമി സർക്കിൾ ആംഗിൾ ആണ്. ഓക്കെ, ആംഗിൾ ഡിയും 90 ഡിഗ്രി, ആംഗിൾ സിയും 90 ഡിഗ്രി. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ AC എന്ന് പറയുന്ന കോഡിനെ, ഇതൊരു കോഡ് വരച്ചതാണ് നമ്മള്. ഈ സ്മോൾ സർക്കിൾ അതിനെ ബൈസെക്ട് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ നോക്കിയേ, ഈ OD എന്ന് പറയുന്ന ലൈൻ എന്താണ്? ഒരു ലാർജ് സർക്കിളിന്റെ സെൻട്രൽ നിന്നും കോഡിലേക്ക് വരച്ചേക്കുന്ന പെർപെൻഡിക്കുലർ ആണ് അല്ലേ? OD പെർപെൻഡിക്കുലർ ടു AC. OD എന്ന് വെച്ചാൽ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് പെർപെൻഡിക്കുലർ ആണ്. 90 ഡിഗ്രി ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ AC എന്ന് പറയുന്ന കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ് OD. OD പെർപെൻഡിക്കുലർ ടു OD പെർപെൻഡിക്കുലർ ടു AC. അപ്പൊ എന്താണ്? ഇപ്പൊ എന്താ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എ ലൈൻ, പെർപെൻഡിക്കുലർ ലൈൻ ഡ്രോൺ ഫ്രം സെന്റർ ഓഫ് ദ സർക്കിൾ ടു കോഡ് passes through the മിഡ് പോയിന്റ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, 9th പഠിച്ചിട്ടുണ്ട്. എ പെർപെൻഡിക്കുലർ ലൈൻ ഡ്രോൺ ഫ്രം സെന്റർ ഓഫ് ദ സർക്കിൾ ടു കോഡ്. സർക്കിളിന്റെ കോഡിലേക്ക് സെൻട്രൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ ആ ലൈനിന്റെ, ആ കോഡിന്റെ മിഡ് പോയിന്റിൽ കൂടെ ആയിരിക്കും ആ ലൈൻ പാസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കോഡിലേക്ക്, അപ്പൊ അത് എവിടെ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്? അതിന്റെ മിഡ് പോയിന്റിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? അപ്പൊ ADയും ACയും, ഈ AC എന്ന് പറയുന്ന കോഡിന്റെ മിഡ് പോയിന്റ് ആയി എന്ത്? ACയുടെ എന്താണ്? D is the midpoint of AC. മിഡ് പോയിന്റിൽ കൂടെയാണ് ഈ പെർപെൻഡിക്കുലർ ലൈൻ പാസ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ AD ഈക്വൽ ടു DC. AD ഈക്വൽ ടു DC ആണ്. അപ്പൊ എന്താണ്? ഈ പോയിന്റിൽ കൂടെ തന്നെയാണ് എന്ത്? ഈ സ്മോൾ സർക്കിള് പാസ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡിന്റെ മിഡ് പോയിന്റിലൂടെയാണ് സ്മോൾ സർക്കിള് പാസ് ചെയ്തത്. അപ്പൊ ഈ സ്മോൾ സർക്കിൾ എന്താണ്? കോഡിനെ ബൈസെക്ട് ചെയ്തു. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.